ഹലോ, ഇന്ന് ഈവനിങ് സ്നാക്ക് ഒരു ചിക്കൻ ഫ്രൈ ആണ് ചെയ്തത്. ഇതിനു വേണ്ടി 2 ചിക്കൻ്റെ ലെഗ് പീസും വിങ്സ് പീസും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, നാരങ്ങ, പച്ചമുളക്, കുരുമുളക് പൊടി, വെളുത്തുള്ളി. ഒരു മിക്സി ജാറിലേക്ക് കുരുമുളക് പൊടി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും 2 ചെറുനാരകയുടെ ജ്യൂസും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ചിക്കൻ നല്ലതുപോലെ വരഞ്ഞ് ഗ്യാപ്പിട്ടെടുക്കണം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് തേച്ച് പിടിപ്പിക്കണം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് യോജിപ്പിച്ച് ഒരു പേസ്റ്റാക്കി എടുക്കണം. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഒരു 2 hours വെളിയിൽ വെച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇത് തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് ഓവർനൈറ്റ് വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുക്കാം. മസാലയെല്ലാം പിടിച്ചു വരും. അപ്പോഴേക്കും ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്യണ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും, അത് നല്ലതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു സൈഡായി വരുമ്പോഴേക്കും മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ചിരട്ടയുടെ പീസ് ഒന്ന് കത്തിച്ചിട്ട് അത് ഈ ചിക്കൻ്റെ നടുവിലായിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ച് അതിലേക്ക് ഷെഡ് ചെയ്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് വീണ്ടും അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വെക്കണം. ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലാവും. ഇനി ഓരോ പീസസും ഫ്ലെയിമിൽ കാണിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് ചെയ്തത്. നല്ല ടേസ്റ്റിയുമാണ്. ഇതിൻ്റെ ഒപ്പം ഒരു മസ്റ്റേർഡ് സോസാണ് ഞാൻ ചെയ്തത്. അതിന് വേണ്ടി കുറച്ച് മസ്റ്റേർഡും കുറച്ച് തൈരും പിന്നെ ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്ത് അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രിയനോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരി ഓപ്പൺ ചെയ്ത് അത് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു സൂപ്പറാണെന്ന്. അപ്പം നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എൻജോയ്.